കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ടീച്ചിങ്സിനെ കുറിച്ചാണ് വിശദമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ആ ടീച്ചിങ്സിനെ കുറിച്ച് തന്നെ മുമ്പോട്ട് നമ്മൾ പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാളും ഒരൊട്ടകം സൂചിക്കുഴിയിലൂടെ കിടക്കുന്നതാണ് എളുപ്പം എന്ന് കർത്താവ് പറഞ്ഞ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടത്. ഇന്ന് 27-ാം വാക്യത്തിൽ പത്രോസ് എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനോട് പ്രതികരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അവിടെ ശരിക്കും ആ ധനവാനായ മനുഷ്യൻ യേശുവിനെ അനുഗമിക്കാൻ വന്നിട്ട് വളരെ നിരാശനായി ദുഃഖിതനായി മടങ്ങിപ്പോയപ്പോൾ കർത്താവ് അവനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം ഇതായിരുന്നു: നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വരിക. അപ്പോൾ കർത്താവിൻ്റെ പത്രോസ് ചോദിക്കുകയാണ്, ആര് രക്ഷിക്കപ്പെടും എന്നൊക്കെ ചോദിച്ച ശേഷം പത്രോസ് ഒരു ആശ്വാസത്തിന് വേണ്ടി കർത്താവിൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. അവിടെ യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവനെല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും എന്ന് കർത്താവ് പറഞ്ഞു. എങ്കിലും മുമ്പന്മാർ പലരും പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഇത് ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാക്യമാണ് പല ആളുകൾക്കും. പല ആളുകളും ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു നൽകുമെന്നുള്ള വാഗ്ദത്തം, കർത്താവിൻ്റെ വാഗ്ദത്തം, എന്ത് നിങ്ങൾ കർത്താവിൻ്റെ പേരിൽ നഷ്ടപ്പെടുത്തിയാലും 100 ഇരട്ടി ലഭിക്കും, വരാനുള്ള ലോകത്ത് നിത്യജീവനും ലഭിക്കും എന്നുള്ള ഈ പ്രോമിസ് പല ആൾക്കാരും ഏറ്റെടുത്തിട്ടുണ്ട്. കർത്താവിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതൊന്നും വൃഥാവാവുകയില്ല. നിങ്ങൾ 10 രൂപ കർത്താവിന് മുടക്കിക്കഴിഞ്ഞാൽ അത് 1000 രൂപയായിട്ട് കർത്താവ് തിരിച്ചു തരും. നിങ്ങളിത് കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 100 ഇരട്ടി മടക്കി തരുന്ന ദൈവം. ഇവിടെ ഒരു വലിയ പ്രോബ്ലം ഉള്ളത്, ഈ 100 ഇരട്ടി മടക്കി തരുമെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന പണത്തെക്കുറിച്ചും നിലങ്ങളെക്കുറിച്ചും സ്വത്തിനെക്കുറിച്ചുമാണ്. നിങ്ങൾ കർത്താവിന് വേണ്ടി ഒരു നിലം അല്ലെങ്കിൽ ഒരു വീട് അല്ലെങ്കിൽ സ്വത്ത് വിട്ട് കളഞ്ഞുവെങ്കിൽ ദൈവം അതിൻ്റെ 100 ഇരട്ടി നിങ്ങൾക്ക് തരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നല്ല കാര്യം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വീടുകളെ മാത്രമല്ല. എൻ്റെ നാമം നിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ട് കളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് മാത്രമായിട്ട് നമുക്ക് വിടാൻ സാധിക്കില്ല. എന്തെങ്കിലും ഒരു വസ്തു അല്ല ഒരു ശിഷ്യൻ വിട്ട് കളയുന്നത്, അവൻ്റെ ജീവനെ തന്നെയാണ്. ഇപ്പം ഞാനൊരു ശിഷ്യനായി കർത്താവിൻ്റെ പിന്നാലെ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ഈ ലോകത്തുള്ള എക്സിസ്റ്റൻസ്, ആഗ്രഹങ്ങൾ, ഇതിനെല്ലാമാണ് ഞാൻ വേണ്ടാന്ന് വെക്കുന്നത്. ചിലപ്പോൾ ഒറ്റയടിക്ക് അത് പോകണമെന്നില്ല. അത് വളരെ നാളുകൾ കൊണ്ടാണ് നമുക്ക് അതിനോടുള്ള അറ്റാച്ച്മെൻറ്റ്സ് എല്ലാം ഇല്ലാതായി പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ 100 ഇരട്ടി കിട്ടും എന്നുള്ള ആ പ്രോമിസ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ കർത്താവ് പറയുന്നത് എന്തൊക്കെയാണ് 100 ഇരട്ടി കിട്ടുന്നത്? വീടുകൾ. അപ്പോൾ ഒരു വീട് പോയാൽ എത്ര വീട് കിട്ടും? 100 വീട് കിട്ടും. അപ്പോൾ ഒരു വീട് കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന ലാഭമാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് 100 വീട് കിട്ടും. അടുത്തത് സഹോദരന്മാരെയോ സഹോദരികളെയോ. അപ്പോൾ നിങ്ങൾ ഒരു സഹോദരനെ വിട്ടുകളഞ്ഞു, ഒരു സഹോദരിയെ വിട്ടുകളഞ്ഞു. അപ്പോൾ എത്ര സഹോദരന്മാരെ സഹോദരിമാരെ ലഭിക്കും? 100 സഹോദരന്മാരെയും 100 സഹോദരിമാരെയും നിങ്ങൾക്ക് ഈ ദൈവരാജ്യത്തിൽ ലഭിക്കും. കാരണം കർത്താവ് ചോദിച്ചിട്ടുണ്ട്, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരങ്ങൾ? ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്കറിയാം ഒത്തിരി സഹോദരങ്ങളെ നമുക്ക് ഇതിനകത്ത് ലഭിക്കും. 100 വീടായി, 100 സഹോദരനായി, 100 സഹോദരിയായി. അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ. അപ്പോൾ നിലങ്ങൾ 100 ഇരട്ടി കിട്ടും, അപ്പൻ 100 ഇരട്ടി അപ്പന്മാർ,
അപ്പൻ്റെ സ്ഥാനത്തുള്ളവർ, അപ്പനെ പോലെ പരിചരിക്കേണ്ടവർ, അമ്മമാർ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഇവരെല്ലാം 100 ഇരട്ടി ഒരാൾക്ക് വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? അവന് 100 ഇരട്ടി സ്ഥലം കിട്ടിയെന്നുള്ളത് ശരിയാണ്, 100 ഇരട്ടി പണം കിട്ടിയെന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് അനുഭവിക്കാൻ വരുന്ന സംഘം 100 സഹോദരൻ, 100 സഹോദരി, 100 അപ്പൻ, 100 അമ്മ, മൊത്തം 400 പേരാണ് വരുന്നത്. അപ്പോൾ ശരിക്കും ഈ പറയുന്ന വലിയ സമ്പത്ത് ലഭിച്ചിട്ട് ആ സമ്പത്ത് 400 പേർക്കായിട്ടാണ് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ശരിക്കും വിചാരിക്കുന്നത് സമ്പത്ത് 100 ഇരട്ടി അതെല്ലാം സെപ്പറേറ്റ് എനിക്ക് വേണ്ടി മാത്രം, അപ്പൻ 100 ഇരട്ടി അതെനിക്ക് വേണ്ടി മാത്രം, സഹോദരങ്ങൾ 100 ഇരട്ടി അതെനിക്ക് വേണ്ടി മാത്രം. അങ്ങനെയല്ല. ഈ സ്വത്ത് വരുന്ന കൂടെ ഈ ആൾക്കാരും വരും. അത് വീതിച്ചുകൊണ്ടേയിരിക്കണം, പങ്കുവെച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ സാധാരണ ഇന്ന് കാണുന്നത് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ കർത്താവിന് വേണ്ടി ജീവിച്ചു, കർത്താവിനെ അനുഗ്രഹിച്ചു, നിങ്ങളും പ്രാർത്ഥിച്ചാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, ഇതാണ് നമ്മുടെ ലൈൻ. പക്ഷേ കർത്താവിൻ്റെ ലൈൻ അതല്ല. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഞങ്ങൾ സുവിശേഷ വേല ആരംഭിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണവും ഇപ്പോൾ ഒരു മാസം ഞങ്ങൾ ചിലവാക്കേണ്ടി വരുന്ന പണവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. പക്ഷേ ഏറ്റവും വലിയ വ്യത്യാസം ആ പണം വരുന്ന കാര്യത്തിലല്ല, ഞങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ എണ്ണത്തിലാണ്. അവിടെയാണ് ഈ പങ്കാളികൾ വളരെയധികം ഉണ്ട്. സുവിശേഷത്തിൻ്റെ കൂട്ടുവേലക്കാർ, സഹോദരങ്ങൾ, ആവശ്യത്തിലിരിക്കുന്നവർ, സഹോദരിമാർ, അമ്മമാർ, അപ്പന്മാർ, ഇഷ്ടം പോലെ 100 ഇരട്ടി. അപ്പോൾ ഇവരുടെ എല്ലാം ആവശ്യങ്ങളിലേക്കാണ് നമ്മൾ നടന്നു ചെല്ലുന്നത്. അപ്പോൾ ശരിക്കും ഒരു കർത്താവിൻ്റെ ദാസൻ ഒരിക്കലും സമ്പന്നനാകുന്നില്ല, സമ്പന്നനാകാൻ സാധിക്കില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പത്ത് ചീത്തയായതുകൊണ്ടല്ല, ഈ സമ്പത്ത് കയ്യിലിരിക്കുമ്പോൾ അയാൾക്ക് വേറൊരാളെ ജെന്യുവിനായിട്ട് സ്നേഹിക്കാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇല്ലാത്ത ഒരാളെ സ്നേഹിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങളുടെ ബന്ധുക്കളിൽ പണമില്ലാത്തവരോട് നിങ്ങൾക്ക് സ്നേഹം കുറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ വന്നാൽ സഹായിക്കേണ്ടി വരും, അതുകൊണ്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്തിനെ നിങ്ങൾ സ്നേഹിച്ചു തുടങ്ങുമ്പോഴേ സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. സഹോദരങ്ങളെ സ്നേഹിക്കണമെങ്കിൽ സമ്പത്തിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. എന്നാൽ ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ വേറെ ഒന്നിനെയും നമുക്ക് സ്നേഹിക്കാൻ സാധിക്കില്ല. ദൈവത്തെ പോലെ ആരുമില്ല. ഒരു മനുഷ്യനില്ല, ഒരു വസ്തുവില്ല, സമ്പത്തില്ല, യാതൊന്നുമില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവനെല്ലാം 100 മടങ്ങ് ലഭിക്കും, അവൻ നിത്യജീവനെ അവകാശമാക്കും. അവൻ വളരെ റിച്ചായിട്ടുള്ളൊരു ജീവിതമാണ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. പക്ഷെ അതൊരു ഏകാന്തമായി നമ്മൾ ചിലപ്പോൾ പാടാറുള്ള ആൾക്കാരിങ്ങനെ എൻ്റെ അധ്വാന ഫലം ഞാൻ തന്നെ തിന്നും. അതല്ല, എൻ്റെ അധ്വാന ഫലം ഞാൻ പങ്കുവയ്ക്കും. എൻ്റെ അധ്വാന ഫലം അധ്വാനിക്കാത്ത ആളുകൾക്ക് കഴിക്കാൻ ലഭിക്കും. അതാണ് സുവിശേഷത്തിൻ്റെ സ്വാതന്ത്ര്യം. ഞാൻ അധ്വാനിച്ചത് ഞാൻ തന്നെ എന്നൊരു പോയിൻ്റ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം നമുക്ക് ഇത്രയും സഹോദരന്മാരും സഹോദരിമാരും മാതാപിതാക്കളും ഉണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങളിത് കേൾക്കുമ്പം കർത്താവിൻ്റെ ടീച്ചിങ്സിനെ കുറിച്ച് വളരെ കഠിനമായിട്ടാണ് നമ്മുടെ ഹൃദയത്തിൽ വരുന്നത്, അല്ലേ? ഇതെങ്ങനെ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് വരുന്നില്ല. ഇത് തന്നെയാണ് ആ സൂചിക്കുഴ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടത്. അതായത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്ന പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളും. ഏത് മനുഷ്യനെ സംബന്ധിച്ച് അതങ്ങനെ തന്നെയാണ്. നമുക്ക് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയത് വേറൊരാൾ കൊണ്ടുപോകുമ്പം സഹിക്കാൻ പറ്റത്തില്ല. സുവിശേഷ വേലക്കാർ പോലും അവർ പ്രസംഗിച്ചിട്ട് വല്ലതും കിട്ടി, അല്ലെങ്കിൽ പ്രവചിച്ച്, അല്ലെങ്കിൽ ശുശ്രൂഷിച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു, ആരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൊടുത്ത് വാങ്ങിച്ചു. പക്ഷേ ആ പണത്തെ അവർ പ്രഷ്യസ് ആയിട്ടാണ് കാണുന്നത്, അത് അവരുടെ അവകാശമായിട്ടാണ് കാണുന്നത്. അത് വേറൊരു സഹോദരൻ്റെ ആവശ്യങ്ങളുടെ മേൽ ചിലവഴിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത, സ്നേഹമില്ലാത്ത അനേകം തടിച്ച ഹൃദയങ്ങളുള്ള മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. വി ഡോണ്ട് സീ ദെയർ പെയിൻ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും 100 മടങ്ങ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ 100 മടങ്ങെന്ന് പറയുന്നൊരു പാക്കേജാണ്. അത് നമ്മുടെ ജീവിതത്തിലെല്ലാം ക്രിസ്തുവിൻ്റെ ധനം, നിത്യജീവൻ 100 മടങ്ങ് നമുക്ക് ലഭിക്കും. ഇത് നമ്മൾ അങ്ങനെ തന്നെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. ദൈവം നമുക്ക് സാമ്പത്തികമായോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു ഈ ലോകത്ത് ജീവിക്കാനുള്ളൊരു ഗ്രേസ് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒറ്റയ്ക്കുള്ളതല്ലത്, അത് പങ്കുവയ്ക്കപ്പെടാനുള്ളതാണ്. അവകാശം പറഞ്ഞ് ഞാൻ അനുസരിച്ചു ദൈവം തന്നു എന്ന് പറഞ്ഞ് അഹങ്കരിക്കാനുള്ളതല്ല, അതില്ലാത്തവരിലേക്ക് ഒഴുകാൻ വേണ്ടിയുള്ളതാണ്. അതാണ് ഫെയ്ത്ത് നമ്മളിൽ ചെയ്യുന്ന അത്ഭുതകരമായ ക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥ സമ്പത്തെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കണ്ടതുപോലെ മനുഷ്യർക്കുള്ളത് കരുതുന്നതല്ല, ദൈവത്തിനുള്ളത് കരുതുന്നതാണ്. ഈ മനുഷ്യർക്കുള്ളത് കരുതുന്ന ആ ഒരു പ്രസംഗങ്ങൾ, ആ ഒരു ശുശ്രൂഷകൾ, അതെല്ലാമാണ് ഇവിടെ എന്താ പറയുന്നത്, നമ്മളെ ഈ ലോകത്തിൻ്റെ 100 മടങ്ങ് കിട്ടാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ആഗ്രഹിപ്പിക്കുകയും കൊതിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ ലോകത്ത് കിട്ടാമായിരിക്കാം, കിട്ടുകയില്ലായിരിക്കാം. പക്ഷെ നമ്മുടെ യഥാർത്ഥ സമ്പത്ത് ക്രിസ്തു മാത്രമാണ്. നമുക്ക് ഈ ലോകത്തൊന്നും കിട്ടിയില്ലെങ്കിലും ആത്യന്തികമായൊരു നഷ്ടമില്ല.
നിങ്ങൾ എത്ര നല്ല വീട്ടിൽ കിടന്നുറങ്ങിയാലും, എത്ര മോശം വീട്ടിൽ കിടന്നുറങ്ങിയാലും, ഒരു വൈറസ് വിചാരിച്ചാൽ നിങ്ങളെ വീട്ടിൽ നിന്ന് പറപ്പിക്കാം, സ്വർഗത്തിലെത്തിക്കാം, ഈ ലോകത്ത് നിന്ന് തന്നെ യാത്ര അവസാനിപ്പിക്കാൻ അതിന് കഴിയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഒന്നിനും നമ്മൾ വിചാരിക്കുന്നത്ര വാല്യൂ ഇല്ല. വാല്യൂ ഉള്ളത് മനുഷ്യനാണ്. നിങ്ങളൊരാളുടെ അടുത്ത് വ്യവഹാരം ചെയ്ത് ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കുന്നു. പക്ഷെ നിങ്ങളെ പണം കൈ പിടിച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കണം, കർത്താവ് ഈ പണമാണോ, ഞാൻ ആരുടെ കയ്യിൽ നിന്നാണോ ഈ പണം എടുത്തത്, അയാളാണോ ദൈവമേ നിനക്ക് കൂടുതൽ ഇഷ്ടം? ആരുടെ ആയിരിക്കും ദൈവം, ആരുടെ കാര്യമായിരിക്കും പറയുന്നത്? തീർച്ചയായിട്ടും ആ മനുഷ്യനോടായിരിക്കും ദൈവത്തിൻ്റെ ഇഷ്ടം. നമ്മളെപ്പോഴും ആ പണത്തിന് മുകളിൽ ആ മനുഷ്യനെ കാണുമ്പം നമ്മൾ, കർത്താവെ നിൻ്റെ പിന്നാലെ ഞാൻ ഇറങ്ങി വന്നു, എനിക്ക് എന്ത് ലഭിക്കുമെന്ന് ചോദിക്കുമ്പോൾ എന്നെ സന്തോഷിപ്പിക്കുന്നത് എൻ്റെ ചുറ്റും കർത്താവിൻ്റെ വിശുദ്ധന്മാർ, എൻ്റെ സഹോദരങ്ങൾ, യഥാർത്ഥ സഹോദരങ്ങൾ, യഥാർത്ഥ മക്കൾ, യഥാർത്ഥ മാതാപിതാക്കൾ, ഈ ഒരു ആത്മീക കുടുംബത്തിനകത്തേക്ക് നമ്മൾ ചെല്ലുന്നതാണ് ഏറ്റവും വലിയ ഈ ലോകത്തെ സന്തോഷം. നമുക്ക് എന്ത് കിട്ടിയാലും പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കർത്താവ് നമ്മളെ നടത്തും. അങ്ങനെ വരുമ്പോൾ 100 ഇരട്ടി പണം, 100 ഇരട്ടി വയലെന്ന് പറയാതെ എല്ലാം 100 ഇരട്ടി ആകുന്ന ആ ഒരു പങ്കുവയ്ക്കലിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ വരുവാനിടയായിത്തീരും. അപ്പോൾ ഇവിടെ പറയാണ്, പല ആളുകളും മുമ്പന്മാരായിട്ട് ഇപ്പോൾ നടക്കുന്നത്, കിട്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ അവർ പിമ്പന്മാരായി മാറും. കാരണം ഇപ്പോൾ പിമ്പന്മാരായിരിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് അവർക്ക് സമ്പത്തില്ലാത്തത്? സമ്പത്തില്ലാത്ത എന്തുകൊണ്ട് പല കാരണങ്ങളുണ്ടാകാം. പക്ഷേ ഒരു പങ്ക് ആൾക്കാരെങ്കിലും കൊടുക്കുന്നത് കൊണ്ടാണ്, മറ്റൊരാൾക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് ഒരു വിശ്വാസിയുടെ കയ്യിൽ ഡിപ്പോസിറ്റുകളില്ലാതെ വരുന്നത്. ബിക്കോസ് ഹി കനോട്ട് കീപ് ദാറ്റ് ഡിപ്പോസിറ്റ്. ഞാൻ വിവാഹം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ആൻറ്റി എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ ഇങ്ങനെ ആഭരണം ഇടാതെ നടക്കുന്നത് ഭയങ്കര വൃത്തികേടാണ് മോളെ, അതുകൊണ്ട് ഞാൻ നിനക്കൊരു മാല വാങ്ങിച്ചു തരാം. അപ്പം ഞാനിത് കേട്ട് ഞാൻ പറഞ്ഞു, മാല വാങ്ങിച്ചു തരുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നാളെ ഈ മാല എവിടെയാണ് എന്ന് ചോദിക്കരുത്. കാരണം തീർച്ചയായിട്ടും അന്ന് തന്നെ അത് വിൽക്കേണ്ടി വരും. ശുശ്രൂഷ അങ്ങനെയാണ്. നമ്മൾ പോകുന്ന വഴിയിൽ ചെലവിടപ്പെട്ടു പോകേണ്ടി വരും. പൗലോസ് പറഞ്ഞതുപോലെ പാനീയാഗമായി അവസാനത്തെ തുള്ളി വരെ തീരേണ്ടി വരും. അപ്പോൾ ഇത് കയ്യിൽ വെച്ചുകൊണ്ട്, ഈ സാധനം കയ്യിൽ വെച്ചുകൊണ്ട് നാളെ ഒരാൾ അത്യാവശ്യക്കാരൻ, പ്രത്യേകിച്ച് ഒരു ഇടയനായ ഒരാൾ, ഒരു ഉപദേശിയായ ഒരാൾ, അയാളുടെ മുമ്പിലേക്ക് അയാളുടെ ആട്, അയാളെ പരിപാലനം ചെയ്യാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആട് വയ്യാത്തവനായി, അവശനായി, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവനായിരിക്കുമ്പോൾ ഈ സ്വർണം അല്ലെങ്കിൽ സമ്പത്ത് മറച്ചു വെച്ചിട്ട് അവനോട് എങ്ങനെ ശുശ്രൂഷിക്കും? അവനെടുത്ത് കൊടുത്തിട്ടല്ലേ ശുശ്രൂഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സമ്പത്തിൻ്റെ വിനിയോഗം, പലപ്പോഴും നമ്മൾ സമ്പത്തിനെ മനുഷ്യരെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ട് പ്രാർത്ഥിക്കാൻ ബ്രദറെ എന്ന് പറഞ്ഞവരെ വിട്ടിട്ട് നമ്മൾ നമ്മുടെ സമ്പത്തിനെ പൊതിഞ്ഞു പിടിക്കുന്നവരാണ്. ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കാം, കർത്താവിൻ്റെ വചനം എത്ര റാഡിക്കലാണ്. അത് ലോകത്തിൽ ആർക്കും ചിന്തിക്കാൻ പറ്റാത്തത്ര നമ്മളെ തകർത്ത് കളയുന്നതാണ്, നമ്മുടെ സ്വപ്നങ്ങളെ മറിച്ച് കളയുന്നതാണ്. ഇത് ശരിക്കും അതുകൊണ്ടാണ് ഇന്ന് ഈ പാസ്റ്റർമാർ അധികം പേരും ഈ കർത്താവിൻ്റെ പഠിപ്പിക്കലുകളിലേക്ക് വരാത്തത്. കാരണം അവർക്കത് ഭയമുണ്ടാക്കുന്നു. ജഡീക മനുഷ്യനിത് കേൾക്കുമ്പോൾ ഭയമുണ്ടാക്കുന്നു. എൻ്റെ കയ്യിലുള്ളതെല്ലാം പോകുമല്ലോ എന്നുള്ളൊരു പേടി ഉണ്ടാകുന്നു. അപ്പോൾ എല്ലാറ്റിലും 100 മടങ്ങെന്ന് പറയുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ നോക്കേണ്ടത് നിത്യജീവൻ്റെ അനുഭവം 100 മടങ്ങായി നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ്. അതാണ് യഥാർത്ഥ സമ്പത്ത്. ഈ വയലുകൾ വിടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആത്മീക സമ്പത്താണ്. ജഡീകമായ സമ്പത്തിനെ വിടുമ്പോൾ നമുക്ക് കർത്താവ് ആത്മീകമായ സമ്പത്തും നിത്യജീവനും തരുന്നു. ജഡീകമായ മാതാപിതാക്കളെ വിടുമ്പോൾ ആത്മീക മാതാപിതാക്കളെ, സഹോദരങ്ങളെ നമുക്ക് നൽകുന്നു, ദൈവം നൽകുന്നു. നമ്മൾ വളരെയധികം ഫലം കായ്ക്കുന്നവരായിട്ട് മാറുന്നു. അങ്ങനെ നമ്മൾ നിത്യജീവൻ്റെ അവകാശികളായി, സ്വർഗത്തിലെ വാഗ്ദത്തമുള്ളവരായി മാറുന്നു. ഇനി ഇതിനകത്ത് നമ്മൾ ഇത്രയും പറഞ്ഞപ്പോൾ ഒത്തിരി പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് മനുഷ്യൻ അനുസരിക്കുന്ന പ്രമാണമല്ല, വിശ്വസിക്കുന്ന പ്രമാണമാണ്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ഇതിന് നമ്മൾ അനുസരിക്കുന്ന പ്രമാണമായി എടുത്തു കഴിഞ്ഞാൽ, അതായത് അനുസരണത്തിലൂടെ, പ്രവൃത്തിയിലൂടെയാണ് ഈ നീതി വന്നതെന്ന് വിചാരിച്ചോ, നമ്മളൊരാൾ സ്വർഗത്തിൽ പോവുകയില്ല. കാരണം ഈ പ്രവൃത്തി അത്ര കഠിനമാണ്, നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ധനവാനോട് സകലതും വിട്ട് കളയണമെന്ന് പറയുമ്പോൾ ധനവാൻ അനുഭവിക്കുന്നത് ഭയങ്കര കഠിനമാണ്. എന്നാൽ ഈ നീതി വിശ്വാസത്താൽ വരുന്നതാണ്. വിശ്വാസത്തിൽ വരുന്ന നീതി എന്തെന്ന് നമ്മൾ വിശദമായി റോമാലേഖനത്തിൽ കണ്ടിട്ടുണ്ട്. മനുഷ്യരാൽ അസാധ്യമായതും ദൈവത്താൽ മാത്രം സാധ്യമായതുമായ ഒരു നീതിയാണത്. അത് തന്നെയാണ് കർത്താവ് ഇവിടെ പറയുന്നത്, ഇത് മനുഷ്യരാൽ അസാധ്യം, എന്നാൽ ദൈവത്തിന് സകലതും സാധ്യം. ഇപ്പോൾ വി ആർ നോട്ട് ലുക്കിംഗ് അറ്റ് മാൻ. ഈ ഉപദേശങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ മനുഷ്യരുടെ കഴിവിലേക്ക് നോക്കരുത്. നിങ്ങളെ കൊണ്ട് ഇത് സാധിക്കുമോ എന്ന് നോക്കരുത്, സാധിക്കില്ല. പക്ഷെ നിങ്ങൾ നോക്കേണ്ടത് ദൈവത്തിലേക്കാണ്. കാരണം ദൈവത്തിന് ഇത് സാധ്യമാണ്. ദൈവത്തിന് സാധ്യമായ ഒരു കാര്യമാണിത്. അതായത് എന്നെ ഏത് രീതിയിലുമാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും.
ഞാനിപ്പോൾ വിചാരിക്കുന്നത്, എപ്പോഴും വിചാരിക്കുന്നത്, സ്വർഗത്തിലെ സമ്പത്ത് ഒരു നിമിഷം കണ്ടാൽ നമ്മൾ ഈ ഭൂമിയിലുള്ളതെല്ലാം ഇട്ടിട്ട് പോകും. ദാറ്റ് മച്ച് ഓഫ് പ്രോമിസസ് വി ഹാവ്. ഒരു നിമിഷം. പണ്ടൊരാൾ ഒരു ചെറിയൊരു വിഷനൊക്കെ കേട്ടിട്ട് എന്നോട് പറഞ്ഞു, അയ്യോ എൻ്റെ ബ്രദറെ, ഞാൻ അനുഭവിച്ച ആനന്ദം അത് പിന്നെയും കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. പുള്ളി പിന്നെ ഉറങ്ങിക്കിടന്നിട്ട് അത് വന്നൊന്നുമില്ല. ഈ എക്സ്റ്റാറ്റിക് ആനന്ദം, കർത്താവിലുള്ള അതിഭയങ്കരമായ ആനന്ദത്താൽ നമുക്ക് ഈ ലോകത്തെ ജയിക്കാൻ, ലോകത്തിലെ നശിച്ചു പോകുന്ന സാധനങ്ങളെ അങ്ങനെ നശിക്കുന്നവയായി തന്നെ കാണാനുള്ള കൃപ നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ ആളുകൾ, ഇപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ആളുകളാണ് വേണ്ടത്. എന്തിന്? പണം കിട്ടാൻ വേണ്ടി. അപ്പോൾ ആളുകളെ ഉപയോഗിച്ചാണ് നമ്മൾ പണം ഉണ്ടാക്കുന്നത്. എല്ലാ ബിസിനസ്സിലും അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ പച്ചക്കറി കച്ചവടം നടത്തുകയാണെങ്കിൽ ഒരാൾ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് തക്കാളി 1 കിലോ വാങ്ങിക്കുമ്പോൾ ഞാൻ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചോ അതിനേക്കാളും ഒരു ഇത്ര പെർസെൻറ്റേജ് കൂടിയ വിലയ്ക്ക് വിൽക്കുന്നതാണ് എൻ്റെ ലാഭം. അപ്പോൾ എല്ലാ ബിസിനസ്സിലും അങ്ങനെ തന്നെയാണ്. വി യൂസ് മെൻ ടു ഗെറ്റ് മണി. പക്ഷേ ശരിക്കും ദൈവരാജ്യത്തിൽ നേരെ തിരിച്ചാണ്. വി യൂസ് മണി, സ്പെൻഡ് ഇറ്റ് അവേ സോ ദാറ്റ് വി വിൻ ഫ്രണ്ട്സ്. നമുക്ക് നിത്യ കൂടാരത്തിൽ നമ്മളെ ചേർത്ത് കൊള്ളുന്ന നല്ല സഹോദരങ്ങൾ നമുക്കുണ്ടാകുന്നതിന് വേണ്ടി ഈ പണത്തെ എടുത്ത് വിനിയോഗിക്കാനാണ് കർത്താവ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടുമെന്നൊരു ചോദ്യം. വാട്ട് വിൽ യു ഗെറ്റ്? വാട്ട് വിൽ ഐ ഗെറ്റ്? ഇത്രയും നാൾ ഞാൻ നിനക്ക് വേണ്ടി, കേട്ടിട്ടുണ്ടോ, അധ്വാനിച്ചു, നീ എനിക്ക് എന്തൊക്കെയോ തന്ന് അനുഗ്രഹിച്ചു. കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. 2 കാര്യങ്ങളാലാണ്. ഒന്ന്, ഇത്രയും ദൈവത്തോട് പറയാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല, നമ്മളൊന്നും ചെയ്തിട്ടില്ല. എത്ര നാൾ കഴിഞ്ഞ് നമ്മളെ പരിശോധിച്ചാലും വി വിൽ അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, നമ്മൾ ഒരു വകയും ചെയ്തിട്ടില്ല. അപ്പോഴും നമ്മൾ പറയുന്നത് ഇത്രത്തോളം ഞാൻ ചെയ്തു കർത്താവിന് വേണ്ടി. കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് ചെന്നപ്പോൾ അവിടുത്തെ ഒരു പാസ്റ്റർക്ക് അവർ മെമൻറ്റോ കൊടുക്കുകയാണ്. എന്തിനാണ്? സ്തുത്യർഹമായ സേവനത്തിന്. അപ്പോൾ ആ പുള്ളി പാവം കരഞ്ഞുപോയി. പുള്ളി പറഞ്ഞു, എനിക്കിതൊന്നും വാങ്ങിക്കാനുള്ള യോഗ്യതയില്ല, നിങ്ങൾ എന്തായി കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. പക്ഷെ എന്നാൽ അവരുടെ നിർബന്ധത്തിന് വേണമെങ്കിൽ പുള്ളി മേടിച്ചു. കാരണം ഒരു വിശുദ്ധനെ സംബന്ധിച്ച് അവന് ഞാൻ ഇത്രയും നിനക്ക് വേണ്ടി അധ്വാനിച്ചില്ലേ, ഇത്രയും നിനക്ക് വേണ്ടി തന്നില്ലേ, കൊടുത്തില്ലേ എന്നൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. പക്ഷെ പത്രോസ് അത് ചോദിച്ചു. കാരണം അവൻ വെളിപ്പാട് കിട്ടിയിട്ടും അവൻ ശരിയായില്ല. കാരണം അവൻ്റെ ഉള്ളിൽ ആത്മാവില്ല, ആത്മാവിൻ്റെ അധിവാസമില്ല. ആത്മാവിൻ്റെ അധിവാസമില്ലാത്ത പത്രോസ് എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് വെളിപ്പാട് പോലെ ആത്മാവ് തന്നെ കൊടുക്കുന്നുണ്ട്, പക്ഷെ ആത്മാവനിൽ വസിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവൻ പെട്ടെന്ന് പറയാൻ, ഇത്രയും ഞാൻ വിട്ട് നിങ്ങളെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? പ്രിയ സഹോദരങ്ങളെ, ആ ധനം പിന്നീട് പത്രോസ് കണ്ടു, കൃപാധനം. പൗലോസ് പിന്നീട് ആ ധനം കണ്ടു. ധനം കണ്ടപ്പോൾ അവർ പറഞ്ഞത്, അയ്യോ വിട്ട് കളഞ്ഞതൊക്കെ ഭാഗ്യം, അത് പോയത് ആശ്വാസം, അത് വെറും ഡർട്ടാണ് എന്നാണ് അവർക്ക് മനസ്സിലായത്. ഇനി ഈ മുമ്പന്മാർ പലരും പിമ്പന്മാരും, പിമ്പന്മാർ പലരും മുമ്പന്മാരാകും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റോടുകൂടിയാണ് കർത്താവ് 30-ാം വാക്യം അവസാനിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് 20-ാം അധ്യായത്തിൻ്റെ തുടക്കമാണ്. 20-ാം അധ്യായത്തിൽ പറയുന്ന ഉപമയുടെ ഒരു ഇൻട്രഡക്ഷനാണത്. മുമ്പന്മാർ പലരും പിമ്പന്മാരും, പിമ്പന്മാർ മുമ്പന്മാരുമാകും. നമ്മൾ ധൂർത്തനായ പുത്രൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ധൂർത്തനായ പുത്രൻ അവൻ്റെ അപ്പൻ്റെ അടുത്തുനിന്ന് ഭാഗം ചോദിച്ച് വാങ്ങിച്ച് അവൻ തന്നെത്താൻ പുറപ്പെട്ടു പോയി. അതെല്ലാം, ഈ സമ്പത്ത് മുഴുവൻ ഈ ലോകത്തിലെ ആൾക്കാരോട്ട് കൊള്ളയെടുത്ത് സ്പെൻഡ് ചെയ്ത് തീർത്തു. പൈസ ഉള്ളവരെല്ലാവർക്കും ഇഷ്ടമാണ്, ചിലവാക്കാൻ പറ്റുന്നവരെ അതിനേക്കാൾ ഇഷ്ടമാണ്. ഇവനെല്ലാം ചിലവാക്കി തീർത്തു. കാരണം ആ ക്യാപിറ്റൽ മുഴുവൻ തീർന്നു. ഇവൻ പട്ടിണിയായി, ഒന്നും കഴിക്കാനില്ലാതായി, പന്നിക്ക് കൊടുക്കുന്ന ഫുഡ് കഴിച്ച് അവൻ ജീവിച്ചു. അവൻ ഏറ്റവും പുറകിലാണ്. ചേട്ടൻ കർത്താവിൻ്റെ അപ്പൻ്റെ അടുത്ത് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു, വയലിൽ പണിയുന്നു, കഷ്ടപ്പെടുന്നു, ആഹാരം ഉണ്ടാക്കുന്നു, അവർ കുടുംബമായി സന്തോഷമായിട്ട് ജീവിക്കുന്നു. അവൻ മുമ്പനാണ്, മറ്റവൻ പിമ്പനും. പക്ഷെ ഒരു നിമിഷം കൊണ്ട് എന്താ സംഭവിക്കുന്നത് നോക്കി. ഈ മുടിയനായ പുത്രൻ വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് വരുന്ന ആ ഒരൊറ്റ കരച്ചിൽ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, ഇനി നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്ന ആ മോമെൻറ്റിൽ ഈ പിമ്പനായ മനുഷ്യൻ മുമ്പനായി മാറി. അതാണ് ഇനി മുമ്പോട്ട് നമ്മൾ വായിക്കുന്നത്. എങ്ങനെയാണ് ഈ പിമ്പന്മാർ മുമ്പന്മാരാകുന്നത്? ഒരൊറ്റ കരച്ചിലാണ്, എൻ്റെ കർത്താവെ ഞാൻ അയോഗ്യനാണ്. ഇപ്പം 2 നീതിമാന്മാരെ നിങ്ങൾ എടുക്കുക, എ ആൻഡ് ബി. ഇതിൽ ബി ആണ് ഭയങ്കര നീതിമാൻ എന്ന് വിചാരിച്ചോ. അയാൾ എല്ലാത്തിലും ഭയങ്കര പങ്ക്ച്വൽ, കറക്റ്റാണ്. എന്നാൽ എ അങ്ങനെയല്ല. എക്ക് ഇത്തിരി തല്ലിപ്പൊളി സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അവൻ പിമ്പനാണ്, മറ്റവൻ മുമ്പനും. ആരാ മുമ്പൻ? ബി. അവൻ ഭയങ്കര മിടുക്കനാണ്, എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നയാളാണ്. അവനാണ് ദൈവവുമായിട്ട് എപ്പോഴും കണക്റ്റഡായിട്ടിരിക്കുന്ന ഒരാളെന്നാണ് അവൻ ചിന്തിക്കുന്നത്. എന്നാൽ എ അതുപോലൊരാളല്ല. പുള്ളി ഭയങ്കര ഇടയ്ക്കിടയ്ക്കൊക്കെ വീണൊക്കെ പോകുന്ന ആളാണ്. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ നീതി
ഇവന് ലഭിക്കുകയാണെങ്കിൽ, അതായത് ഈ ചുങ്കക്കാരൻ ലഭിക്കുകയാണെങ്കിൽ, അതായത് ഞാൻ നീതിമാനല്ല കർത്താവേ എന്ന് ഹൃദയനുറുക്കത്തോടെ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുന്ന ആൾ, അയാൾക്ക് ക്രിസ്തുവിൻ്റെ നീതിയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇനി ഒന്നും കൂടെ നോക്കിയേ അവരെ. ബി സ്വന്തം നീതിയിൽ എയേക്കാളും മിടുക്കനാണ്. എന്നാൽ എയ്ക്ക് എന്ത് സംഭവിച്ചു? അവൻ കരഞ്ഞ് നിലവിളിച്ചപ്പോൾ, രക്ഷയ്ക്കായി കരഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ ക്രിസ്തു തന്നെ നീതിയായി വസിച്ചു. അപ്പോൾ പിമ്പനായിരുന്നവൻ എവിടെ പോയി? മുമ്പനായി. മുമ്പനായിരുന്നപ്പോൾ ഇപ്പോൾ പിമ്പിലായി. ഇത് തന്നെയാണ് ബൈബിളിൽ മുഴുവൻ നമ്മൾ കാണുന്നത്. എല്ലായിടത്തും നമുക്കിത് കാണാം. അതായത് ആരാണോ മുമ്പേ ഇറങ്ങിയത് അവൻ പിൻപിലായി പോകുന്നതിൻ്റെ കാരണം ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരുന്നത്. ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്കിത് മുമ്പോട്ട് സുവിശേഷ വേല കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എനിക്ക് നല്ല പേരല്ല ചുറ്റുപാടും ഉള്ളത്. കാരണം പുള്ളിയൊന്നും ചെയ്തിട്ടല്ല, പക്ഷേ ആൾക്കാരിങ്ങനെ ഓരോ റൂമുകൾ ഇറക്കുന്നുണ്ട്, എനിക്ക് കർത്താവിൻ്റെ വചനമായിട്ട് നിൽക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങൾ ബലഹീനനായിരിക്കുന്നതാണ് കർത്താവിൻ്റെ ശക്തി ലഭിക്കാൻ ഏറ്റവും നല്ലത്. ബി വീക്ക്, ബി ബ്രോക്കൺ. അപ്പോൾ അങ്ങനെ നമ്മൾ മുമ്പന്മാരാകുന്നത് തകർക്കപ്പെടുന്നവരാണ്. ബ്രോക്കൺ പീപ്പിൾ ആർ വെരി ക്ലോസ് ടു ഗോഡ്സ് ഹാർട്ട്. ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്നവരാണ് തകർന്ന ഹൃദയമുള്ളവർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ പിമ്പന്മാരായ ആൾക്കാരെന്ന് നമ്മൾ വിചാരിക്കുന്നവർ, രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് നമ്മൾ സംശയിക്കുന്നവർ, അവരെല്ലാം മുൻപേ പ്രവേശിക്കും. അതിൻ്റെ കാരണം അവരുടെ ബലഹീനതകളിൽ അവർ രക്ഷയ്ക്കായി യേശു കർത്താവിനെ നോക്കി നിലവിളിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ അവർ ക്രിസ്തുവിൻ്റെ നീതിയുള്ളവരായി മാറും. ഓക്കെ, പണ്ടത്തെ കാലത്ത് നിങ്ങൾക്കറിയാം, ഒരു അംബാസഡർ കാർ അല്ലെങ്കിൽ ഒരു ഫിയറ്റ് കാറാണ് ആൾക്കാർക്കുള്ളത്. അതുള്ളവൻ ഭയങ്കര മുതലാളിയാണ്, ഭയങ്കര മുതലാളിയാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരു കാർ ഒരു വീട്ടിൽ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര അഭിമാനമാണ്. കാരണം ആ ഏരിയയിലൊന്നും ആർക്കും കാറില്ല. അങ്ങനെ ഇരിക്കെ അയൽവക്കത്ത് അംബാസഡർ അല്ല, ഭയങ്കര കൂടിയ ഒരു ബെൻസ് കാറും ഒന്ന് പാർക്ക് ചെയ്യുന്നു. അതോടെ അംബാസഡറിൻ്റെ കാര്യം എന്തോ ആയി? പോക്കായി. കാരണം ആരും അങ്ങോട്ട് നോട്ട് ചെയ്തില്ല. ഇതുപോലെയാണ് നമ്മൾ വലിയ നീതിമാന്മാരാണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ നീതി വെളിപ്പെട്ട് വരുന്നത്. അതോടെ ഞാൻ പിമ്പനായി, ഏറ്റവും പിമ്പിൽ കിടന്ന അയാൾ ഭയങ്കര മുതലാളിയായി. ക്രിസ്തുവിൻ്റെ മുതലാളി, ക്രിസ്തുവിൻ്റെ ധനം കൈയാളുന്നവൻ. ഞാൻ എൻ്റെ ധനം കൈയാളി മിടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ ക്രിസ്തുവിൻ്റെ. അപ്പം പിൻപിലുള്ള ആൾക്കാരെല്ലാം മുമ്പിലാവുകയും മുമ്പിലുള്ള ആൾക്കാരെല്ലാം പിൻപിലാവുകയും ചെയ്യും. ഇതിനുദാഹരണമായിട്ട് കർത്താവ് ഒന്ന് രണ്ട് ഉപമകൾ പറയുന്നുണ്ട്. 20-ാം അധ്യായത്തിൽ പറയുന്നു, സ്വർഗ്ഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശം. അപ്പോൾ വേലക്കാരെ വിളിക്കുമ്പോൾ അവിടെ പറയുന്ന കാര്യം, നിങ്ങൾക്ക് ഒരു വെള്ളിക്കാശ് തരാം, അതാണ് കൂലി. രാവിലെ മുതൽ വൈകിട്ട് വരെ നിങ്ങൾ അധ്വാനിച്ചാൽ നിങ്ങൾക്ക് ഒരു വെള്ളിക്കാശ് കിട്ടും. അപ്പോൾ രാവിലെ മുതൽ ചില ആൾക്കാരിങ്ങനെ ജോലി ചെയ്യാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ചന്തയിൽ പോയപ്പോൾ അവിടെ മെനക്കെട്ട് കുറച്ച് പേരിക്കുന്നു. അവരോട് പറഞ്ഞു, നിങ്ങളും പോയി പണിയാൻ പറഞ്ഞു. അങ്ങനെ 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും 11-ാം മണി നേരത്തും. അപ്പോൾ നിങ്ങൾ 11-ാം മണി എന്ന് പറയുമ്പോൾ എത്ര മണി എന്ന് വിചാരിക്കുന്നത്? 11-ാം മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് 5 മണിയാണ്. ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 6 മണി മുതലാണ് അവർ കൗണ്ട് ചെയ്യുന്നത്. രാവിലെ 6 മുതൽ കൗണ്ട് ചെയ്ത് വൈകിട്ട് 6 വരെ ഡേ ടൈമാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. ആ ഡേ ടൈം. ബാക്കി രാത്രി ഉറങ്ങുന്നു. അപ്പോൾ ഈ ഒരു ഡേ ടൈം, അപ്പോൾ 3-ാം മണിക്ക് ആളുകൾ പണിയാൻ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മണിക്ക്, 3-ാം വാക്യത്തിൽ പറഞ്ഞ് 3-ാം മണി നേരത്ത് പുറപ്പെട്ടു, 9 മണിക്ക് പുറപ്പെട്ടു. ചന്തയിൽ കുറേ പേർ മെനക്കെട്ട് നിൽക്കുന്നുണ്ട്, നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുവിൻ, ന്യായമായി തരാമെന്നവരോട് പറഞ്ഞു. അവൻ 6-ാം മണി നേരത്ത്, 6-ാം മണി നേരം എന്ന് പറഞ്ഞാൽ 12 മണി നേരത്ത് ഉച്ചയ്ക്ക് അങ്ങനെ തന്നെ ചെയ്തു. 11-ാം മണി നേരത്തും, അപ്പോൾ എത്ര മണിയാണ്? 5 മണിക്കും റോഡ് ചെന്നു. നിങ്ങളുടെ പകൽ മുഴുവൻ മെനക്കെട്ട് നിൽക്കുന്നത് എന്തെന്ന് ചോദിച്ചു. ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായതുകൊണ്ട് എത്രയെന്ന് അവർ പറഞ്ഞപ്പോൾ നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവരെന്ന് പറഞ്ഞു. എൻ്റെ അവസാനം എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പണിതവനും വൈകിട്ട് 1 മണിക്കൂർ മാത്രം പണിതവനും എല്ലാവർക്കും ഒരേ വെള്ളിക്കാശ് തന്നെയാണ് കൊടുത്തത്. ഇത് നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണ പ്രതിഫലം പ്രാപിക്കാൻ ഇനി അങ്ങോട്ട് ഓടിയാലും മതി എന്നുള്ളതാണ്. അതായത് ഏത് സമയത്തും നമുക്ക് കർത്താവിൻ്റെ പൂർണ്ണ പ്രതിഫലം നമ്മുടെ മുമ്പിലുണ്ട്. അതായത് കഴിഞ്ഞ കാലങ്ങളെ ഗണ്യമാക്കാത്ത കർത്താവ് വൈകിട്ട് 5 മണി വരെ ആ റോഡിൽ മെനക്കെട്ട് നിന്നതുകൊണ്ട് അവന് ഒരു നഷ്ടമില്ലായിരുന്നു. 5-ാം മണി നേരം വന്ന് ജോലി ചെയ്തു, അവന് കിട്ടേണ്ട കൂലിയും കിട്ടി. രാവിലെ മുതൽ അത്ര നേരം വേസ്റ്റാക്കി കളഞ്ഞ ഒരു പ്രശ്നമില്ല. അങ്ങനെയാണ് നമ്മൾ ആ ധൂർത്തപുത്രൻ്റെ കാര്യം കാണുന്നത്. ധൂർത്തപുത്രൻ അവൻ്റെ സമ്പത്ത് മുഴുവൻ ധൂർത്തടിച്ചു, ഒന്നുമില്ലാതെ തിരിച്ചു വന്നു. പക്ഷേ കർത്താവ് എപ്പോഴും ആ മോമെൻറ്റിലാണ് നോക്കുന്നത്. പഴയത് നോക്കുന്നില്ല, പഴയ പരാജയങ്ങളെ നോക്കുന്നില്ല, പഴയ വിജയങ്ങളെ നോക്കുന്നില്ല. കർത്താവ് എപ്പോഴും നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിനകത്തേക്കാണ്. ഓക്കെ, അപ്പോൾ ആ ഹൃദയത്തിനകം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവ്
നമ്മൾ നമ്മുടെ പെർഫോമൻസ് അല്ല നോക്കുന്നത്, നമ്മുടെ വിശ്വാസമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഇത്രയും ആൾക്കാരൊന്ന് രാവിലെ മുതൽ അധ്വാനിച്ചിട്ട് എല്ലാവർക്കും ഒരേ കൂലി കൊടുക്കുമ്പോൾ ആദ്യം മുതൽ പണിതവർ പിറുപിറുക്കുന്നു. പക്ഷേ കർത്താവ് പറയുന്നു അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമുക്ക് ഈ 9 മണിക്ക് വന്നവരും വൈകിട്ട് 5 മണിക്ക് വന്നവർക്ക് ഒരേ കൂലി കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞ് ഇവരുടെ ആരുടെ അധ്വാനമല്ല. ഇവരുടെ അധ്വാനമായിരുന്നെങ്കിൽ ഇവർക്ക് കൂടുതൽ കൂലി കിട്ടിയേനെ. പക്ഷെ അത് ക്രിസ്തുവിൻ്റെ അധ്വാനമാണ് നമ്മുടെ ഉള്ളിൽ. കാരണം മനുഷ്യരാൽ അസാധ്യമാണ്, ദൈവത്താൽ മാത്രം സാധിക്കുകയുള്ളൂ. അപ്പോൾ രാവിലെ മുതൽ 9 മുതൽ പണിതവനും വൈകിട്ട് 5 മണിക്ക് പണിതവനും വ്യത്യാസമൊന്നുമില്ല. കാരണം ആരും ഒന്നും ചെയ്തിട്ടില്ല. ക്രിസ്തുവാണ് അവരുടെ ഉള്ളിൽ ജീവനായി മാറിയത്. പിന്നെ അവരോട് പറഞ്ഞു കൊടുത്ത പ്രതിഫലം അവൻ നൽകുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യുന്നതല്ല. അതാണ് ഈ ധനവാൻ്റെ കഥയിൽ തൊട്ട് നമ്മൾ പഠിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ ആ ഒരു നീതി ഏത് സമയത്തും നമുക്ക് കർത്താവിൻ്റെ സ്നേഹം റിഫ്രഷ്ഡ് ആകാം. ഇന്നലെ വരെയുള്ളത് മറക്കുന്നൊരു ദൈവം ഇന്നങ്ങോട്ട് മുതൽ നമുക്ക് കർത്താവിൻ്റെ വിശ്വാസത്താൽ പൂർണ്ണമായ പ്രതിഫലം പ്രാപിക്കാൻ നമുക്ക് മുമ്പിൽ ആ ഇടുക്ക് വഴി കർത്താവ് തുറന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നന്ദിയോടെ ഓർക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തുറന്നു തരുന്ന ഇടുക്ക് വഴിക്കായിട്ട് സ്തോത്രം. അവിടെ കരുതി വച്ചിരിക്കുന്ന സ്വർഗീയ സമ്പത്തുകൾ, സമാധാനം, സന്തോഷം, കർത്താവിൻ്റെ ആനന്ദം, ആ ദൈവരാജ്യത്തിൻ്റെ എൻജോയ്മെൻറ്റ്, അതിനായിട്ടെല്ലാം ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന എല്ലാവരുടെ ഉള്ളിൽ കർത്താവ് അങ്ങയെക്കുറിച്ചുള്ളൊരു ദാഹം അവിടുന്ന് ഉളവാക്കണമേ. അങ്ങയുടെ ജീവൻ റിയലായിട്ട് അനുഭവിക്കാൻ സഹായിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.